മാന്യ പ്രേക്ഷകർക്ക് നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളുടെ ഈ പ്രോഗ്രാം ഇന്ന് നടക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ ഒരു എളിയ കലാകാരൻ ഷിജോ കുര്യാക്കോസാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഷിജോ കുര്യാക്കോസ് ഒരു എളിയ കലാകാരൻ എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം തിരക്കഥ എഴുതുന്നുണ്ട്, സംവിധാനം ചെയ്യുന്നുണ്ട്. തുടക്കകാലങ്ങളിൽ ചെറിയ റോളുകളിൽ മിന്നിത്തിളങ്ങി ഇപ്പോൾ മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങൾക്ക് വരെ ഭീഷണിയായി വളർന്നു വന്നിരിക്കുന്ന താരമാണ് അദ്ദേഹം. ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ സ്വന്തം കഴിവും അധ്വാനവും കൊണ്ട് അദ്ദേഹം വെട്ടിപ്പിടിച്ചത് നിരവധി പടക്കെട്ടുകളായിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കാം. എന്നോടൊപ്പം ഷിജോ കുര്യാക്കോസ്. നമസ്കാരം. പറയൂ ഷിജോ കുര്യാക്കോസ്, ഈ സ്റ്റേറ്റ് അവാർഡ് ഇതിൽ താങ്കളുടെ പേരോ ഒന്നും വന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു അവാർഡ് കിട്ടിയില്ല എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. താങ്കളെ പരിഗണിക്കാത്തതിൽ താങ്കളുടെ പ്രതിഷേധം, അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം. എൻ്റെ പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാന അവാർഡ് മേടിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു കലാകാരൻ്റെയും സ്വപ്നമാണ്. അത് വ്യക്തി എന്ന നിലയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ 100ഓളം ചിത്രങ്ങളിൽ ഇപ്പോൾ അഭിനയിച്ചു. അപ്പോൾ എൻ്റെ ഒപ്പം അഭിനയിച്ച ഒരുപാട് പ്രമുഖ നടന്മാരെ നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ മത്സരം വന്നത് ഞാനും പൃഥ്വിയും ഫഹദും ഒക്കെ തമ്മിലായിരുന്നു മത്സരം. വളരെ ശോചനീയമായ ഒരു മത്സരമായിരുന്നു അത്. തീർച്ചയായും താങ്കൾ അവരുടെ മുമ്പിൽ അഭിനയിക്കാൻ അറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണേണ്ടി വന്നു. ഇല്ല, അത്തരത്തിലൊരു വ്യാഖ്യാനത്തിൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർ ചെയ്ത കഥാപാത്രം എന്താണ്? ഞാൻ ജീവനുള്ള കഥാപാത്രങ്ങൾ ചെയ്തപ്പോൾ അവർ ചെയ്തത് എന്താണ്? അവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എൻ്റെ കഥാപാത്രങ്ങൾക്ക് 1% ആളുകൾ സപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റൊരു വിഭാഗം അവരെ സപ്പോർട്ട് ചെയ്തു. ബാക്കി 99% അവരെയാണ് സപ്പോർട്ട് ചെയ്തത്. അത് താങ്കളുടെ ഒരു കാഴ്ചപ്പാടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് എങ്ങനെ ഒരു താങ്കൾ പറഞ്ഞതിൽ നിന്നും ഞാൻ ഒരിക്കലുമില്ല ആ ശതമാനത്തിൻ്റെ കണക്കല്ല. ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ 1% ഒതുക്കാൻ പറ്റില്ല. എനിക്ക് 1% പോലും തോന്നിയില്ല ഷിജോ കുര്യാക്കോസ്. താങ്കൾ അങ്ങനെ ആണെങ്കിൽ എന്നെ എന്തിന് ഇൻ്റർവ്യൂവിന് വന്നു? അത് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, താങ്കൾക്ക് ഖേദമുണ്ടെന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ താങ്കളെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ തുടരാം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിരിയാം. ബുദ്ധിമുട്ടില്ല, എനിക്ക് തുടരാം. താങ്കൾ കാര്യത്തിലേക്ക് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടി താങ്കൾ പറഞ്ഞാണെന്ന് എനിക്കറിയാം. ഷിജോ കുര്യാക്കോസ് എൻ്റെ വളരെ നല്ല സുഹൃത്താണ്, വളർന്നു വരുന്ന ഒരു യുവ നടനാണ്. അപ്പം ഞങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ സഹിച്ചേ പറ്റത്തുള്ളൂ. സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. പറയാം ഷിജോ കുര്യാക്കോസ് ഉടനെ സംസ്ഥാന അവാർഡ് നമുക്കൊരു പ്രശ്നമാണ് ഷിജോ കുര്യാക്കോസ്. എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളുടെ ലക്ഷ്യം, എൻ്റെ ലക്ഷ്യം സംസ്ഥാന അവാർഡല്ല, ഓസ്കാറാണ്. താങ്കളുടെ ലക്ഷ്യവും ഒരിക്കലും സംസ്ഥാന അവാർഡാകാൻ പാടില്ല. താങ്കളെ എതിർക്കുന്നവരോട് ചുട്ട മറുപടിയിൽ ഓസ്കാർ വാങ്ങിച്ച് താങ്കൾ മറുപടി പറയണം. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. ഓസ്കാർ ഏതൊരു കലാകാരൻ്റെയും സ്വപ്നമാണ്. ഇന്ത്യയിൽ നിന്നും ഓസ്കാർ നേടിയിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ നിന്നും ഒരു ഓസ്കാർ അവാർഡ് പോലും പോയിട്ടില്ല. നോമിനേഷനൊക്കെ പോയിട്ടുണ്ട്. ഒരു മലയാളികളും ഓസ്കാർ അവാർഡ്, മലയാളത്തിലെ ആരും തന്നെ ഒരു ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടില്ല. താങ്കൾ ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം. അതിനെക്കുറിച്ച് പറയും. നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ നടക്കട്ടെ. അതിനെ പറ്റിയ കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അത്രത്തോളം മലയാള സിനിമ വളരട്ടെ, ഇനി വീണ്ടും വളർന്ന് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ തീർച്ചയായും 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ അവതരിപ്പിക്കാനും പ്രേക്ഷകരാൽ അംഗീകരിക്കപ്പെടാനും അതനുസരിച്ച് അത് ഓസ്കാറോ സംസ്ഥാന അവാർഡോ ഏത് രീതിയിൽ സംസ്ഥാന അവാർഡിനേക്കാൾ ഉയർന്ന രീതിയിൽ എങ്കിലും എത്തണം എന്ന ചിന്താഗതി മാത്രമാണ് ഒരു നടൻ എന്ന രീതിയിൽ എനിക്ക്. വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ പുതിയതായിട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കാലചക്ര എന്നൊരു പ്രൊജക്റ്റ്, കാലചക്രയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അഭിനയിക്കുകയല്ല, ഞാനതിൽ ക്യാമറ ചെയ്യുകയാണ്. പിന്നെ കുരുട്ടൻ എന്നൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി ചെയ്ത വർക്കുകൾ ഇപ്പോൾ ചെയ്തിറങ്ങിയ അടുപ്പിലെ കലം എന്ന ചിത്രത്തിലെ നായകനാണ് ഞാൻ. അതുപോലെ തെങ്ങിൻ പൂക്കിലുണ്ട്. പിന്നെ ചവിട്ടുപടി എന്നൊരു മൂവി. ചവിട്ടുപടി ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു ചവിട്ടുപടി. പ്രേക്ഷകർ കാണേണ്ട ചിത്രമാണ് ചവിട്ടുപടി. അതൊരു മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും അത്രയേറെ ചിത്രീകരിച്ച ഒരു സിനിമയുണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റും. ക്യാമറാമാൻ നമ്മുടെ റസൂലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റും.
വളരെയധികം ബുദ്ധിമുട്ടിയെടുത്ത ഒരുപാട് ഷോട്ടുകൾ. ആ ചിത്രത്തിലെയൊക്കെ ചില കഥാപാത്രങ്ങൾ, നല്ല കഥാപാത്രങ്ങളുടെ അത് നമുക്ക് നോമിനേഷന് പോലും കൊടുക്കാറുള്ളതിനെ സങ്കടമാണ് ഞാൻ വേദിപ്പിച്ചത്. ഇതേപോലുള്ള നായകന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ തന്നെ ചെയ്യണം. അല്ലാതെ സോറി, എൻ്റെ ഖേദം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. നമ്മൾ പഴിചാരിയിട്ട് കാര്യമില്ല ഷിജോ. പലരും പഴിചാരും, എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, നല്ലതാണോ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഷിജോ കുര്യാക്കോസിന്റെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ, നല്ലതാണ്. പറയുന്നതിനൊരു തെറ്റുണ്ട്, ആ തെറ്റ് ഞാൻ തിരുത്തട്ടെ. ഞാൻ പറഞ്ഞത് തെറ്റോ? തീർച്ചയായും തെറ്റ് എന്ന് പറയുമ്പോൾ താങ്കളെ കുറ്റപ്പെടുത്തിയതല്ല, തിരുത്തും. എനിക്ക് വരുന്ന കഥകൾ, അതിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ തെറ്റുകൾ, കുറ്റങ്ങൾ എന്തെങ്കിലും അതിന്റെ ഡയറക്ടറാണ് അതിന്റെ കാര്യങ്ങൾ തിരുത്തേണ്ടത്. നായകൻ എന്ന രീതിയിൽ എന്നോട് അഭിനയിക്കാൻ പറഞ്ഞ് ഞാൻ അഭിനയിക്കുന്നു. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടുള്ള തെറ്റുകാരനാണ് ഡയറക്ടറാണ്, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഡയറക്ടറിന്റെ അവകാശങ്ങളിൽ താങ്കൾ കൈകടത്തുന്നുണ്ടെന്നും പല ഷോട്ടുകളും അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടെന്നും സജഷൻസ് ആണ് ആ സിനിമയെ, ചില സിനിമകളെ, ഞാൻ പോരായ്മ ആണെന്ന് പറയുന്നില്ല, ചില സിനിമകൾ താങ്കളുടെ സിനിമകൾ മോശമാകുന്നത് ഡയറക്ടറിന്റെ സ്വകാര്യമായിട്ടുള്ള എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ മേഖലയിൽ താങ്കളുടെ കൈകടത്തൽ. അത് അതിനെക്കുറിച്ചൊരു സംഭവം ഞാൻ പറയാം. ഞാൻ ഇതുപോലെ ആ ചവിട്ടുപടി എന്ന സിനിമയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുമ്പോൾ ക്യാമറമാനോട് ഡയറക്ടർ പറയുന്നു, നായകൻ സിഗരറ്റ് വലിക്കുന്ന ഷോട്ട് എടുക്കുന്നു. ക്യാമറമാൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ കൊണ്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൈകടത്താതിരിക്കാൻ പറ്റുമോ? സിഗരറ്റ് വലിക്കുന്ന ഷോട്ട് എടുക്കുമ്പോൾ എൻ്റെ ഫേസ് എൻ്റെ ക്ലോസ്, അപ്പൊ എന്റെ മുഖത്തിന് അത് മാത്രമല്ലോ, ഒരു ഉത്സവപൂരത്തിന്റെ വൈഡ് ഷോട്ട് വെച്ചപ്പോൾ അവിടെയും താങ്കളുടെ ഫുൾ ക്ലോസ് മാത്രം എടുത്തിട്ട് ഉത്സവത്തിന്റെ ആ പ്രതീതി തന്നെ ഇല്ലാതായി പോയി എന്നൊരു പരാതി ഞാൻ പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ടിൽ വെടിക്കെട്ടും പൂരവും നടക്കട്ടെ, നായകൻ ഞാനല്ലേ, അപ്പൊ എന്റെ ആണല്ലോ ചിത്രീകരിക്കേണ്ടത്. അതിലാർക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? അവർക്കാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഷിജോ കുര്യാക്കോസ് നമ്മളുടെ സംസ്ഥാന അവാർഡിൽ നിന്നും താങ്കളുടെ ചിത്രങ്ങളെ മൈൻഡ് പോലും ചെയ്യാറുണ്ട്. ഇല്ല, അത് എനിക്ക് പറയാൻ പറ്റില്ല. സംസ്ഥാന അവാർഡിലെ ജൂറികൾ അവര് ശരിയല്ല, തെറ്റാണ്. അവരുടെ ആൾക്കാർ അവിടെ ആർക്ക് പണം ചെല്ലുന്നു അതനുസരിച്ചുള്ള സിനിമകളാണ് അവർ തെരഞ്ഞെടുത്ത് അവര് അവാർഡ്. താങ്കൾക്കും കുറച്ച് പണം അടച്ചുകൂടെ? വേണ്ട, താങ്കൾ കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു നടനില്ലേ? തീർച്ചയായിട്ടും അതായിരിക്കാം. താങ്കളുടെ ചവിട്ടുപടിക്ക് താങ്കൾ വാങ്ങിയത് 136 കോടി 50 ലക്ഷം രൂപയാണെന്നാണല്ലോ റിപ്പോർട്ടുകൾ. അത് പ്രൊഡ്യൂസർ മേടിച്ചതാണ്, പ്രൊഡ്യൂസറുടെ കളക്ഷനാണ്. അത് ഞാനെന്ന നടനിലൂടെ കളക്ഷൻ വന്നത് 2000 കോടിയാണെന്നാണല്ലോ റിപ്പോർട്ട് വന്നത്. അത് പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ്. അതിൽ കൂടുതൽ കിട്ടിയേക്കാണ്, കുറവ് കിട്ടിയേക്കാണ്. താങ്കൾ ആ സിനിമയ്ക്ക് എത്രയാണ് വാങ്ങിച്ചത് പ്രതിഫലം? ഞാൻ പൊതുജനങ്ങളോട് പറയട്ടെ, ഞാൻ 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം മാത്രം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എന്നെ തന്നെ വിട്ടുകൊടുക്കും. താങ്കൾ ആ സിനിമ ചിത്രീകരണത്തിന് ശേഷം പുതിയ ഓഡിയുടെ ലിമിറ്റഡ് എഡിഷൻ കാർ സ്വന്തമാക്കിയ ഫോട്ടോ ഫേസ്ബുക്ക് മാധ്യമങ്ങളിൽ താങ്കൾ, അത് എഡിറ്റഡ് ഫോട്ടോയില്ലേ? താങ്കൾ നോക്കൂ, എന്റെ വീട്ടുമുറ്റത്ത് ഏത് ഓടിയാണ് കിടക്കുന്നത്? ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു നീല ഓടി കിടക്കുന്നത് കണ്ടല്ലോ. അത് എന്റെ ബോഡിഗാർഡിന്റെയാണ്. ബോഡിഗാർഡിന്റെ ഓടിയാണ്. താങ്കൾ ഇപ്പോഴും നടന്നാണ് ലൊക്കേഷനിലേക്ക് വരുന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. താങ്കൾ ഊട്ടിയിലേക്ക്, ട്രിവാൻഡ്രത്ത് നിന്ന് ഊട്ടി വരെ താങ്കൾ നടന്നുപോയി. ഒറ്റരാത്രി താങ്കൾ നടന്നെത്തിയ കഥയൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. താങ്കളുടെ വിശാല മനസ്കഥയുടെ മുമ്പിൽ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം മൂക്കിടിച്ച് വീണിരിക്കുകയാണ്. താങ്കളുടെ വളർച്ചയാണ് ഞങ്ങൾക്ക് ആവശ്യം. പ്രേക്ഷകർ നിങ്ങളുടെ കൂടെയുണ്ട്, മാധ്യമങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. വളരുക. ഓക്കെ ഷിജോ കുര്യാക്കോസ്, കണ്ടതിൽ വളരെ സന്തോഷം. കാണാൻ പോകുന്നത് അതിലും സന്തോഷമുള്ള കാര്യങ്ങളാകട്ടെ. 2021 താങ്കളുടെ വർഷമാകട്ടെ. അടുത്ത വർഷം കേരളത്തിന് വേണ്ടി ഓസ്കാർ താങ്കൾ കൊണ്ടുവരുമെന്ന വിശ്വാസത്തോടെ ഇവിടെ പറയുന്നു ഷിജോ കുര്യാക്കോസിനൊപ്പം. ഷിജോ കുര്യാക്കോസ് അല്ലേ?